ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പൊടി കൊണ്ട് എങ്ങനെ പുട്ടുണ്ടാക്കാം. പച്ച ചക്ക ഉണക്കി പൊടിച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് കാണാം. ചക്കപ്പുട്ടുണ്ടാക്കാൻ ആദ്യം വേണ്ടത് ചക്ക ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു പച്ച ചക്ക വെട്ടി ഒരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇങ്ങനെയെല്ലാം അരിഞ്ഞെടുത്ത് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ചക്ക അങ്ങനെയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. 2-3 ദിവസം കൊണ്ടേ ഉണങ്ങി കിട്ടത്തുള്ളൂ. നല്ല വെയിലുള്ള സമയമാണ്. നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഉണങ്ങാൻ വെച്ച ചക്ക നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 4-5 ദിവസം കൊണ്ടാണ് ചക്ക നന്നായിട്ട് ഉണങ്ങി കിട്ടിയത്. ഇനി ഇത് ഒരു ടിന്നിനകത്തിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. പൊടിച്ചെടുത്ത് പുട്ടുണ്ടാക്കാം. ഇന്ന് നമുക്ക് പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഉണങ്ങിയെടുത്ത ചക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് അരിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ചക്ക ഒന്ന് അരിച്ചെടുക്കാം. അതിനകത്ത് തരങ്ങ് കണ്ടല്ലോ. ആ തരി ഒന്നുകൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെയെല്ലാം അരിച്ചെടുത്തു. ഇനി പുട്ടുണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് ചക്കപ്പൊടിയിൽ 1 ഗ്ലാസ് പുട്ടിൻ്റെ പൊടി, അരിപ്പൊടി ചേർത്ത് വേണം പുട്ടുണ്ടാക്കാൻ. എങ്കിലാണ് അതിന് നല്ല പച്ചമ കിട്ടുള്ളൂ. നമുക്കത് അങ്ങനെ ഉണ്ടാക്കാം. 1 ഗ്ലാസ് പൊടി കൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുക. ഇവിടെ 1/2 ഗ്ലാസ് ചക്കപ്പൊടിയും 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ആ പൊടിയും കൂടി ചേർത്ത് എടുത്ത് വെച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തു. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇനി നനയ്ക്കാനായിട്ട് അല്പം വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് വേണം തിരുമ്മാൻ. നമ്മുടെ ചക്കപ്പൊടി ആയതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് നനഞ്ഞു കയറും. 2-3 സ്പൂൺ വെള്ളം മതിയാവും. നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങ ഇടാം. ഞാൻ പറഞ്ഞ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1 കുറ്റി പുട്ടിനുള്ളതാണ് നമ്മൾ നനച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പുട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് കുത്തിയെടുക്കാം.
ഈ പുട്ടിൻ്റെ കൂടെ പഴം ചേർത്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ബീഫ് കറി, ചിക്കൻ കറി, കടലക്കറി ഇവ ഏതെങ്കിലും ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. ബീഫ് കറി, ചിക്കൻ കറിയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്, ഈ പുട്ടും ചിക്കൻ കറി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വേനൽക്കാലത്ത് നമുക്ക് ചക്ക ഉണക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. 4 ദിവസം കൊണ്ട് നമ്മുടെ ചക്ക ഉണങ്ങി കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.